ഇത് രംഗേനയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കെ വി ഗണേഷ്, രംഗേനയുടെ ചിരകാലമായിട്ടുള്ള സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ കെ ജോയ്പോൾ, രംഗേനയുടെ പരമാധികാരിയായിട്ടുള്ള വർഗീസ് മാഷ, ഞാൻ ഡി ഡി ഡേവിസ്. മുഖ്യമായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനാണെങ്കിലോ നാടക ദിനാഘോഷത്തെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ രംഗേനയുടെ നാടക പുരസ്കാരം ജയപ്രകാശ് കുളൂരിന്, പ്രത്യേകിച്ച് ഇത്തവണത്തെ ലോക നാടക ദിനം വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ആ സന്ദേശത്തിലൂടെ ഉയർത്തിയിട്ടുള്ളത്. 1961 വേൾഡ് തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോക നാടക ദിനം ആചരിക്കാൻ തീരുമാനിക്കുകയും 1962 മുതൽ ലോക നാടക ദിനം ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കാണിക്കുന്നത് ലോകത്തെ വളരെ ഏറ്റവും ശക്തമായിട്ട് ഒരു കലാരൂപമാണ് നാടകം എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള ഏതെങ്കിലും നാടക പ്രവർത്തകൻ, നാടക സംവിധായകൻ അല്ലെങ്കിൽ നാടകകൃത്ത് ആയിട്ടുള്ള ഒരാളുടെ സന്ദേശം ലോകത്ത് ഇതോടൊപ്പം ഇത് വിതരണം ചെയ്യാറുണ്ട്. ഇത്തവണ അത്തരത്തില് തെരഞ്ഞെടുത്തിട്ടുള്ള നാടക നടൻ, അദ്ദേഹം സിനിമാ നടനാണ്, നാടക പ്രവർത്തകനാണ്, അമേരിക്കയിലെ USA വില്ലൻ ഡഫോയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം വളരെ വിപുലമായ രീതിയിൽ ലോകത്ത് നാടക പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്ന, വലിയ തിയേറ്റർ വർക്ക്ഷോപ്പുകൾ നടത്തുന്ന ലോകത്തിലെ പ്രസിദ്ധരായിട്ടുള്ള റിച്ചാർഡ് ഫോർമാനും റോബർട്ട് വിൽസനെ പോലുള്ള ആളുകളൊക്കെയായി ചേർന്ന് നാടക കലയ്ക്ക് വേണ്ടി ലോക പര്യടനം നടത്തുകയും തിയേറ്റർ വർക്ക്ഷോപ്പൊക്കെ നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം ലോകത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള വെനീസ് തിയേറ്റർ ബെനാലയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറാണ്. അങ്ങനെയുള്ള ഒരാളുടെ സന്ദേശവുമായിട്ടാണ് ഇത്തവണ ലോക നാടക ദിനം ആഘോഷിക്കുന്നത്. രംഗേന വളരെ വർഷങ്ങളായിട്ട് ലോക നാടക ദിനം ആഘോഷിച്ചു വരാറ്. അതുപോലെ തന്നെ ആ നാടക ദിനത്തോടനുബന്ധിച്ചാണ് രംഗേനയുടെ വളരെ പ്രധാനപ്പെട്ട പുരസ്കാരം സമർപ്പിക്കുന്നത്. അത് ജയപ്രകാശ് കുളൂരിനാണ്. ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സഹകരണവും മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാകണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കുളൂരിനെ കുറിച്ച് വിളിച്ച് സംസാരിക്കുന്നതിന് ഗണേഷിന് കൈമാറും. ദേവസ്വം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും തിയേറ്റർ ഗ്രൂപ്പുകളും ആഘോഷിക്കുന്നു. അതാത് ഇടങ്ങളിലെ കലാകാരന്മാരെ അതാത് രാജ്യങ്ങൾക്ക് വേണ്ടി, പ്രധാന ഭാഷകൾക്ക് വേണ്ടി, തിയേറ്റർ ഗ്രൂപ്പുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ള ആളുകളെ ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ലോകം മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളത്തിന്റെ ആധുനിക നാടകവേദിയിലെ പ്രശസ്തരായിട്ടുള്ള നിരവധി ആളുകൾക്ക് നമ്മൾ ഓരോ വർഷവും പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ ജയപ്രകാശ് കുളൂരിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. മലയാളത്തിന്റെ ആധുനിക നാടകവേദിയിൽ പ്രത്യേകിച്ചും അമേച്ചർ തിയേറ്റർ, അമേച്ചർ എന്ന് പറയുമ്പോൾ പ്രണയപൂർവം എന്നുള്ള അർത്ഥത്തിലാണ് അതിന്റെ ഒറിജിനൽ അർത്ഥം, അതിന്റെ മെച്ചേർഡ് അല്ലാത്ത എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പൊ പ്രണയപൂർവം നാടകകലയെ ഏതൊരു വിഭാഗത്തെയും നോക്കിക്കാണുന്ന ആ പദം അങ്ങനെയാണ് ചേർത്ത് വെക്കേണ്ടത്. ആ അമേച്ചർ തിയേറ്റർ പ്രവർത്തനത്തിൽ ഒരു പ്രത്യേക പ്രതിസന്ധി 1950 ശേഷമുള്ള ഒരു കാലഘട്ടം വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ആ കാലത്ത് മലയാള അമേച്ചർ നാടക പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തിയതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ജയപ്രകാശ് കുളൂർ. പ്രത്യേകിച്ച് ഏകപാത്ര നാടകങ്ങൾ ആളുകൾ കുറഞ്ഞ് വലിയ സാമ്പത്തിക ചെലവ് വരുന്ന ഒരു കാലത്ത് ഏറ്റവും കുറഞ്ഞ ചെലവോടുകൂടി വീട്ടുമുറ്റ നാടകങ്ങൾ, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ മലയാളം തിയേറ്ററിന് പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഒരു തുടർച്ചയും നടത്തി ആധുനിക നാടകവേദിയെ തികച്ചും വീടകങ്ങളിലേക്ക് വരെ എത്തിക്കുന്ന വിധത്തിൽ പണിയെടുത്ത മലയാളം ആധുനിക നാടക ചരിത്രത്തിന് മാറ്റി നിർത്താൻ പറ്റാത്ത വ്യക്തിത്വമാണ് നമ്മളുടെ പ്രിയപ്പെട്ട കുളൂർ മാഷ്. ആ കുളൂർ മാഷയാണ് നമ്മൾ ആദരിക്കുന്നത്. കഴിഞ്ഞ തവണകളിൽ ആരൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മുടെ നോട്ടീസിൽ കൃത്യമായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗൗരവം അറിയും. ഏറ്റവും സീനിയർ ആയിട്ടുള്ള അത്തരത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് കൊടുക്കുന്ന അവാർഡ് കൂടിയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ജയപ്രകാശ് കുളൂർ മാഷ് രചനയും സംവിധാനവും നിർവഹിച്ച മലയാളത്തിലെ പ്രശസ്ത നടന്മാരായ സുനിൽ സുഗതയും ശ്രീകുമാറും ചേർന്ന് അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ 2 അവതരണങ്ങളുണ്ട്. ഒന്ന് 4 മണിക്ക് അവതരണം നടത്തുന്നു, 5:30 അവാർഡ് പുരസ്കാര സമർപ്പണവും, തുടർന്ന്
7 മണിക്ക് രണ്ടാമത്തെ അവതരണവും. അപ്പൊ ഇതിന് പ്രിയപ്പെട്ട നിങ്ങളുടെ നല്ല സപ്പോർട്ട്. ഇത് വലിയ ഇലക്ഷൻ കാലമാണ്, വലിയ തിരക്കുള്ള ഒരു സമയമാണ്, മീഡിയ പ്രവർത്തകർ എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനിടയിലും ഈ മാർച്ച് 27 നമുക്ക് മാറ്റിവെക്കാൻ പറ്റാവുന്ന ഒന്നല്ല, ലോകം മുഴുവൻ ആഘോഷിക്കുന്നു. നാടകത്തിന്റെ ഈറ്റില്ലമായ പ്രത്യേകിച്ചും തൃശ്ശൂർ ജില്ലയെ തൃശ്ശൂരിൽ അത് ആഘോഷിക്കാതിരിക്കുന്നത് മറ്റെന്ത് തിരക്കുകളുണ്ടെങ്കിലും നമ്മൾ അത് ആഘോഷിക്കും. രംഗേദന വർഷങ്ങളായിട്ട് അത് തുറന്നു വരുന്നു. ഇപ്പോൾ തൃശ്ശൂർ ഗ്രാമർ സ്കൂൾ അടക്കം ഈ വർഷം 27 മുതൽ പുതിയൊരു ഫെസ്റ്റിവൽ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 27 മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ അടക്കം തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ഈ വർഷം മുതൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, വേൾഡ് തിയേറ്റർ ഫെസ്റ്റിവൽ എന്നുള്ള പേരിൽ. അപ്പൊ അങ്ങനെ വളരെ ഈ വേൾഡ് തിയേറ്റർ ഡേ എല്ലാവരും സ്വീകരിക്കുന്ന വിധത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മീഡിയാസ് ഗൗരവത്തോടുകൂടി ഇതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് റിക്വസ്റ്റ്. കൃത്യസമയത്തിന് തന്നെ ഞങ്ങൾ പരിപാടി തുടരും. അത് രംഗചേതനയുടെ ഒരു രീതിയാണ്. അപ്പൊ കൃത്യം 4:30 തന്നെ ഞങ്ങളുടെ ആദ്യാവതരണവും 5:30 അവാർഡ് സമർപ്പണവും തുടർന്ന് 7 മണിക്ക് നാടകവും. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ പരിപാടി കവർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടി കാത്തിരിക്കേണ്ടി വരാറില്ല. മുൻപ് വന്നിട്ടുള്ള ആളുകൾക്കറിയാം, കൃത്യത പാലിച്ചുകൊണ്ട് തന്നെ സമയത്തിൽ കൃത്യത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അവാർഡ് പുരസ്കാരം നമ്മൾ അതിനെ നിർണയിച്ച കമ്മിറ്റി പ്രൊഫസർ പി ഗംഗാധരൻ, പ്രൊഫസർ PN പ്രകാശൻ, ED ഡേവിസ്, ഡോക്ടർ K ജോയ്പോൾ, KV ഗണേഷ്, ഇങ്ങനെ ഈ അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ വർഷത്തെ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവർക്കും അതെ ഇന്ന് പ്രഖ്യാപിക്കുന്നത്, നമ്മൾ ഇന്നാണ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതിന് 10,000 രൂപയും നമ്മുടെ മലയാളിയായിട്ടുള്ള ബറോഡയിൽ വർഷങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജേഷ് തച്ചൻ എന്ന് പറയുന്ന യുവശില്പി, അന്തർദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ശില്പിയാണ്. ആ ശില്പി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ശില്പമാണ് ഈ അവാർഡായിട്ട് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവാർഡ് തന്നെയാണ് ഈ വർഷവും നമ്മൾ ആ ശില്പവും കൊടുക്കുന്നത്. മനോഹരമായിട്ടുള്ള തൃശ്ശൂരിന്റെ തനിമയും ഒക്കെ പുതുമയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശില്പമാണ്. ശില്പത്തിന്റെ ചിത്രം തന്നെയാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ.